സ്വർണം പൊട്ടിക്കൽ കേസിൽ പ്രതിയായ അർജുൻ ആയങ്കിയെ തിരുവനന്തപുരത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന വാർത്ത പുറത്തുവരികയാണ്. കഴക്കൂട്ടത്തെ ഒരു വീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്ന് കഴക്കൂട്ടം പോലീസ് അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? പിടികൂടിയത് ഒരു ഗുണ്ടയുടെ വീട്ടിൽ നിന്ന് ആണെന്നുള്ള വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. ശരി, ഈ അർജുൻ ആയങ്കി സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് മറ്റ് ക്രിമിനൽ കേസുകളിലും ഗുണ്ടാലിസ്റ്റിലൊക്കെ ഉള്ളൊരു പ്രതി തന്നെയാണ് അർജുൻ ആയങ്കി. പ്രധാനമായും അർജുൻ അറിയപ്പെടുന്നത് സ്വർണം പൊട്ടിക്കൽ കേസിലെ പ്രതിസ്ഥാനത്തായതോടുകൂടിയാണ് അർജുൻ ആയങ്കി മാധ്യമങ്ങൾക്ക് വാർത്തകൾക്കിടയിലൊക്കെ ഇടം നേടിയത് ആ രീതിയിലാണ്. അർജുൻ ആയങ്കിയെ കഴക്കൂട്ടത്ത് വെച്ചാണ്, അതായത് തിരുവനന്തപുരത്ത് വെച്ചാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതായത് SFI നേതാവായിരിക്കുന്ന ആദർശ് SFI നേതാവാണ് എങ്കിൽ പോലും ആദർശിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ചെറിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് ആദർശ്. ഈ ആദർശിൻ്റെ വീട്ടിൽ നിന്നാണ് ഈ അർജുൻ ആയങ്കി പിടികൂടിയത് എന്നതാണ് ഇതിലെ രസകരമായ ഒരു കാര്യം. കാരണം ഈ ആദർശ് കഴക്കൂട്ടത്തെ വീട്ടിൽ വെച്ചാണ് ഇയാളെ പിടികൂടുന്നത്. ഈ കേരള സർവകലാശാല പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് വലിയൊരു കേസ് വന്നിരുന്നു. അതായത് ഈ വാട്സപ്പിലൂടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്നു. സുഹൃത്തുക്കളായവർ ഹാളിൽ നിന്ന് പരീക്ഷ എഴുതുമ്പോൾ പുറത്തുനിന്ന് വാട്സപ്പിലൂടെ ഉത്തരങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു കേസ് എടുക്കുകയും ആ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് SFI നേതാവ് കൂടിയായ ആദർശ്. ആ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെയും അവിടെ ഈ കഴക്കൂട്ടം ഭാഗത്ത് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിൽ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ അനിഷ്ട സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടത് ഇൻ്റലിജൻസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ വിവരമുണ്ടായിരുന്നു. അതനുസരിച്ച് പോലീസ് അവിടെ ഇതിനോടകം തന്നെ നിരീക്ഷണമൊക്കെ ശക്തമാക്കിയിരുന്നു. ആ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി അവിടെ പോലീസ് ഒരു വലയമുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ നേരത്തെ പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ട് ഈ ആദർശിനെ അന്വേഷിച്ച് എത്തുമ്പോഴാണ് ആദർശിൻ്റെ വീട്ടിൽ വെച്ച് യാദൃശ്ചികമായാണ് അർജുൻ ആയങ്കി അവിടെ കാണുന്നത്. ഈ അർജുൻ ആയങ്കി ആദർശിൻ്റെ വീട്ടിലൊരു സാന്നിധ്യമൊക്കെ പോലീസിന് പിന്നെ സംശയത്തിന് കാരണമായി. കാരണം അർജുൻ ആയങ്കി ഈ ക്രിമിനൽ കേസിൽ പെട്ട ഒരു വ്യക്തിയാണ്, ഈ ആദർശം ഏറെക്കുറെ ഒരു ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ബന്ധമാണെന്ന രീതിയിൽ പോലീസ് എന്തായാലും തുടർ നടപടികളുടെ ഭാഗമായി കൂടുതൽ കേസുകൾ ഇവർക്കെതിരെ ചുമത്തുന്നതൊക്കെ അതിന് മുന്നോടിയായി ഇപ്പോൾ നിലവിൽ രണ്ടുപേരും കരുതൽ തടങ്കൽ എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴക്കൂട്ടം പോലീസാണ് നിലവിൽ ഇവരെ, കാരണം ഇവർക്കെതിരെ ഇപ്പോൾ കേസുകൾ FIR ഇടുകയോ കേസെടുക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ നിലവിൽ രണ്ടുപേരും പോലീസിൻ്റെ കരുതൽ തടങ്കലിലാണ് ഇരിക്കുന്നത്. ഇനി അതിനുശേഷമാകും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോവുക. ശരി, അർജുനും ആദർശും പോലീസിന്റെ കരുതൽ തടങ്കലിലാണ്. ഉത്സവം കാണാൻ എത്തിയത് എന്നാണ് അർജുൻ ആയങ്കി പോലീസിനോട് പറഞ്ഞത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൺഫിൽഡ്.